എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡന്റ് അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. യെസ്, അങ്ങനെ നമ്മൾ ക്രിസ്റ്റൽ പാലസിനെ അവരുടെ ഹോമില് തോൽപ്പിച്ചു. 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഹോപ്പില്ലാതെയാണ് ഇന്നത്തെ മത്സരം സ്റ്റാർട്ട് ചെയ്ത്. കണ്ടപ്പോൾ തന്നെ തോന്നിയത് ഇന്നത്തെ മത്സരം പോയി. അതുപോലെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് വരുന്നേ ഉള്ളൂ. പക്ഷെ തുടക്കം ആദ്യത്തെ ഫസ്റ്റ് ഹാഫ്, പ്രധാനമായിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് പല സമയത്തും ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. മിസ് പാസുകളുടെ എനിക്ക് സിറിച്ചൊക്കെ എന്തിനാണ് ടീമിലെന്ന് തോന്നിപ്പോയി ചില സിറ്റുവേഷനിൽ. അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഫസ്റ്റ് ഹാഫിൽ പല ടൈമിലും കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഓവറോൾ പെർഫോമൻസും ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഈ മത്സരവും എവർട്ടനെതിരെ പോയ പോലെ തീർന്ന് എന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഹാഫ് കണ്ടു. പിന്നെ നമ്മുടെ എനിക്കത് യൂറോയുടെ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം അതൊരു ആക്സിഡന്റലി പറ്റിയിട്ടുള്ള ഒരു ഫൗളാണ്. അതൊരു പെനാൽറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് ഫൗളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടപ്പോൾ. അതൊരു ആക്സിഡന്റലി സംഭവിച്ചിട്ടുള്ള ഒരു ഫൗളായിരുന്നു. ആ ഫൗള് ഒരു മുതലാക്കി ആദ്യം ഒരു കിക്ക് എടുത്തു, അത് ഡബിൾ ടച്ച് ആയി, വീണ്ടും ഒരു ചാൻസ് കിട്ടി. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കത് തടയാൻ പറ്റിയില്ല, കൺസീഡ് ചെയ്തു. നമ്മളൊരു ഗോളിന് പുറകോട്ട് കൂടി പോയപ്പോൾ ഉറപ്പിച്ചു ഈ മത്സരവും കയ്യിൽ നിന്ന് പോയി. അതായത് ഇങ്ങനെയാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മത്സരവും നമുക്ക് എന്തുണ്ടാവാൻ പോണേന്ന് അറിയാം, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഹാഫ്. ഒന്ന് രണ്ട് കസിമീറോടെ കുറച്ച് മൂവ്മെന്റ് ഫസ്റ്റ് ഒരു 30 സെക്കൻഡ്സിന്റെ ഉള്ളിൽ നമ്മളൊരു ഗോൾ അടിക്കേണ്ടതായിരുന്നു കസിമീറോടെ ഭാഗത്തുനിന്ന്. പക്ഷെ എന്ത് ചെയ്യാ, ലക്കില്ല. കറക്റ്റ് അത് ഗോളായി, അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചത് ഗോളായിരിക്കുന്നു. പക്ഷെ അത് എന്തായാലും ഗോളായില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഡൗൺ ആയിട്ട്, അല്ലെങ്കിൽ ഇത്രയും വീക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതും അവരുടെ ഹോമിൽ, നമ്മുടെ ഹോം അവേ റെക്കോർഡ്സ് എന്ന് പറഞ്ഞത് പരിതാപകരമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഹോമിൽ നമ്മൾ ഒരു ഗോളിന് പിന്നിൽ നിൽക്കുന്ന അവസ്ഥയും കൂടി വന്നതോടുകൂടി ഫസ്റ്റ് ഹാഫ് ഇല്ല, ഇനി ഒരു ഹോപ്പിനുള്ള പ്രതീക്ഷ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ മോനെ, ടീം സ്പിരിറ്റ് എന്താണെന്നുള്ളത് സെക്കൻഡ് ഹാഫ്, വാവ്. സെക്കൻഡ് ഹാഫിൽ ആ ടീമിന്റെ ആ ടെമ്പോ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് ലിവർപൂളിന്റെ ഒപ്പവും അല്ലെങ്കിൽ ആഴ്സണലിന്റെ ഒപ്പം ഒക്കെ കണ്ട ആ ഒരു ടീംസ് ടെമ്പോ സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു വേർഷൻ വീണ്ടും കാണാൻ പറ്റിയതാണ് സെക്കൻഡ് ഹാഫ്. ശരിയാണ്, മത്തേസ് കുനിയുടെ അഭാവവും സെസ്കോയുടെ അഭാവവും നമ്മളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പല ബിൽഡപ്പ് സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് ത്രീയിലേക്ക് പന്ത് വരുമ്പോൾ പല ടൈമിലും നമ്മൾ മത്തേസ് കുനിയെ ആയാലും സെസ്കോയെ ആയാലും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് പല സിറ്റുവേഷനിലും. ഇന്നത്തെ എന്തായാലും ആ സെക്കൻഡ് ഹാഫിന്റെ സ്റ്റാർട്ടിങ്, അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഗോള്, സിറിക്സിയുടെ ആ ഗോള്, വാ, ഒന്നും പറയില്ല. ആളുടെ ഫസ്റ്റ് ടച്ച്, അത് കഴിഞ്ഞ ശേഷം വന്ന ഫിനിഷ്, അത് ആ ആംഗിളിൽ നിന്നുള്ള ഫിനിഷ്, അതുവരെ സിറിക്സിയുടെ പെർഫോമൻസിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ ഒരു ഗോളോടുകൂടി ആ ഒരു റൺ, ആ ഒരു ടച്ച്, ആ ഒരു ഫിനിഷ്, ആ ഒരു ആംഗിളിൽ നിന്ന് ആ ഒരു ഫിനിഷ്, മാസ്റ്റർ ക്ലാസ്. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഗോൾ. അത് ആ കിക്കിന് മുമ്പ്, അതായത് നമ്മൾ ആ ഫ്രീ കിക്ക് കൺസീഡ് ചെയ്തതിന് മുമ്പ് നമുക്ക് എംബൂമയ്ക്ക് ഒരു കറക്റ്റ് പാസിനുള്ളൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. അതായത് ഡയലോട്ടിന് അത് പാസ് ചെയ്യാൻ പറ്റിയില്ല. ഡയലോട്ട് കൃത്യ റണ്ണ് കറക്റ്റ് ആയിട്ട് എംബൂമോ മാർക്ക് ചെയ്ത്, ആര് മാർക്ക് ചെയ്ത റണ്ണ് കണ്ടാൽ മനസ്സിലാവും, ആര് മാർക്ക് ചെയ്യാതെ കറക്റ്റ് സെൻട്രൽ പൊസിഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പാസ് കിട്ടിയെങ്കിൽ എംബൂമോ അത് കൃത്യമായിട്ട് ഗോളാക്കി. എന്ന് എനിക്ക് തോന്നുമ്പോഴേക്കും ഫൗളായി, അതൊരു ഫ്രീ കിക്കിൽ പോയി. ആ ഫ്രീ കിക്ക് എനിക്ക് ആംഗിളിൽ ഒരിക്കലും ഇതൊരു ഗോൾ ആവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ടൈമിലൊരു ബ്രില്യൻസ്, ബ്രൂണോ ഫെർണാണ്ടസ് ആൻഡ് മേസൺ മൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, മേസൺ മൗണ്ട് നമുക്ക് ഈ ഒരു സിനാരിയോയിൽ ഫിറ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മേസൺ മൗണ്ട് മാത്രമാണ് ഇനി നമ്മുടെ അറ്റാക്കിങ്ങിന്റെ ഫേസിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. കാരണം മത്തേസ് കുനിയയ്ക്ക് പരിക്കാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും ഒരു തീരുമാനം അറിയില്ല, ഇനി എത്ര നാൾ കളിക്കും എന്നുള്ള കാര്യം. സെസ്കോ അതേപോലെ തന്നെയാണ്. ഇനി ആഫ്രിക്കൻ കപ്പ് വരുമ്പോൾ ഈ അമാദ്, എംബൂമോ ഇവരൊക്കെ ടീമിൽ നിന്ന് പോവും എന്നുള്ളൊരു അവസ്ഥയും കൂടി ഉള്ളപ്പോൾ നമുക്ക് മൗണ്ടിന്റെ ഫോം, അല്ലെങ്കിൽ മൗണ്ടിന്റെ പരിക്കില്ലാതെ
മൗണ്ടിനെ കളിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പുള്ളിക്കാർ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളിൽ ഫിനിഷിങ്ങിൽ ആള് സ്പീഡിൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പരിക്കാണ് ഒരു പ്ലെയറിന്റെ കരിയറിനെ ഇങ്ങനെ ഡൗൺ ആക്കി പോയതിലുള്ള ഒരു പ്രധാന കാരണം പരിക്ക് തന്നെയാണ്. അതായത് പരിക്കില്ലാതെ മൗണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ഷുവർ ഷോട്ട്, ഹി ക്യാൻ സ്കോർ, ഹി ക്യാൻ ഡെലിവർ, ഉറപ്പാണ് ആ കാര്യത്തിൽ. പിന്നെ കസിമേറോ എടുത്തു പറയുന്ന കുറെ പേരുകളുണ്ട്, കുറെ പെർഫോമൻസുകളുണ്ട്. എനിക്ക് ആ ലൂക്ക് ഷോയുടെ സ്ലൈഡിങ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഹാഫിൽ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൂക്ക് ഷോ ഇന്നത്തെ മത്സരത്തിൽ ലൂക്ക് ഷോയുടെ പെർഫോമൻസ് ബ്രില്യൻ്റ് ആയിരുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ബ്രില്യൻ്റ് ആയിരുന്നു. കാസിമീറോ വാട്ട് എ പ്ലെയർ. വീണ്ടും വീണ്ടും കാസിമീറോ ടീമിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസിമീറോ വാട്ട് എ പ്ലെയർ. പിന്നെ നമ്മുടെ സെൻട്രൽ മിഡ്ഫീൽഡിൽ ഇപ്പോൾ റൂമേഴ്സിൽ നടക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു ആദംപേട്ടനെ കുറിച്ച് നമ്മളൊരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഡംപാട്ടിന്റെ ഇന്നത്തെ പെർഫോമൻസ് ഓക്കെ, കാരണം ആളുടെ ഒരു അസിസ്റ്റ് ആയിരുന്നു നമുക്ക് ആ പെനാൽറ്റിയിലേക്ക് ആയത്. ആളുടെ ഒരു അസിസ്റ്റ് ആയിരുന്നു, ഒരു ബ്രില്യൻ്റ് അസിസ്റ്റ് ആയിരുന്നു. കാരണം ഒരു 3-4 യുണൈറ്റഡ് പ്ലേയേഴ്സിന്റെ ഇടയിൽ കൂടെയാണ് ആ അസിസ്റ്റ് സിമ്പിളായിട്ട് പുള്ളിക്കാരൻ ഡെലിവറി ചെയ്തത്. അതാണ് പറഞ്ഞത്, ചില പ്ലേയേഴ്സിന്റെ ആ കാലിബർ, അതായത് ആ വിഷൻ, അതാണ് ആദംപേട്ടനെ കുറിച്ച് നമ്മൾ പോസിറ്റീവ് സൈഡിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ആളുടെ ഗെയിം കൺട്രോളിങ്ങും ആ വിഷനും അത് ഇന്നത്തെ മത്സരത്തിൽ അവിടെ ഇവിടെയൊക്കെ കുറെ ടൈമിൽ കാണാണ്ടായിരുന്നു. പിന്നെ ലാമിൻസ് എനിക്ക് തോന്നുന്നത് എല്ലാ വട്ടവും ലാമിൻസ് കൺസീഡ് ചെയ്യുന്ന ഗോളുകൾ അത് ഗോളുകളുടെ ആയിട്ടുള്ള പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ അത് ഗോളാവണ്ട ഇതിലേക്ക് തന്നെയാണ്. അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കൊണ്ട് വരുന്ന ഗോളുകൾ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എറർ കൊണ്ട് വരുന്ന തോൽവികളോ അങ്ങനെ ഒന്നും ഈ വട്ടവും അല്ലെങ്കിൽ പുള്ളിക്കാർ ഇത്രയും മത്സരങ്ങൾ യുണൈറ്റഡിന്റെ ഒപ്പം കളിച്ചിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ഗോൾ തന്നെ പെനാൽറ്റിയാണ്. ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം 50-50 ചാൻസ് ഉള്ളൂ. അത് പുള്ളിക്കാരൻ ഓക്കെ, അത് ആൾക്ക് വിഷൻ ചെയ്യാൻ പറ്റിയില്ല, ഗോൾ കൺസിഡർ. അതിനു മുമ്പ് എവർട്ടനെ ഉള്ള മത്സരത്തിൽ ആ ഗോള്, അത് ഹാളുടെ ആ ഒരു ബ്രില്യൻറ്റ് ഗോളാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ലാമിൻസ് ഇന്നത്തെ മത്സരത്തിലും ഇറ്റ്സ് ഓക്കെ, ഫൈൻ പെർഫോമൻസ് ആയിരുന്നു. നല്ല സേവ്, ആ ഫസ്റ്റ് ഹാഫിൽ ലാസ്റ്റ് ടൈമിലൊരു സേവ്, ബ്രില്യൻറ്റ് സേവ് ആയിരുന്നത്. അങ്ങനെ ടോട്ടലി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഒരു പ്രതീക്ഷയില്ലാണ്ടായിരുന്നു ഇന്നത്തെ മത്സരം കണ്ടത്. കാരണം എവർട്ടനെതിരെ നമ്മൾ ഇത്രമാത്രം ദയനീയമായിട്ടുള്ള ഒരു കളി കളിച്ചിട്ട് ഇത്രയും ഫോമിലുള്ള ക്രിസ്റ്റൽ പാലസിനെ അവരുടെ ഹോമിൽ നമ്മുടെ റീസെന്റ് ഹിസ്റ്ററീസ് ഒക്കെ അത്രയും ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീമിനെ കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. ജയിക്കുന്നു വിചാരിച്ച കളിയൊക്കെ ചിലപ്പോൾ തോക്കുന്നു വിചാരിച്ച കളിയൊക്കെ ജയിക്കും. ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്നത്. എന്തായാലും ഇന്നത്തെ വിജയം അത് തരുന്നൊരു പവർ മൊമെന്റ്, അത് പിടിച്ച് നമുക്ക് ഈ മാസം നടക്കുന്ന മത്സരങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഈ മാസത്തെ മത്സരങ്ങളിൽ നമുക്ക് മികച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് 4 സാധ്യതകൾക്ക് വളരെയധികം ഗുണം നൽകും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.